പലരും വിചാരിക്കും എന്തിനിങ്ങനെ ഹാഫിളുകളൊക്കെ ഉൽപ്പാദിപ്പിച്ചു വിടുന്നു. ഖുർആൻ മനപ്പാടമാക്കിയ കുറേ മനപ്പാടക്കാരുണ്ടായതുകൊണ്ട് ലോകത്തെന്താ കാര്യമെന്നൊക്കെ ചിന്തിക്കുകയും അതിനെ വില കുറച്ച് കാണുകയും ചെയ്യുന്നവർ ധാരാളം ഉണ്ടാവും. ഭൗതികമായ വിദ്യാഭ്യാസത്തിന് ഇന്ന് വലിയ വിലയാണ് ആളുകൾ കൊടുക്കുന്നത്. പക്ഷെ അവരെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി അവരെ എത്താവുന്നതിൻ്റെ പരകോടിയിൽ എത്തിച്ച ആളുകളൊക്കെ ഇന്ന് വിരൽ കടിക്കുകയാണ്. സ്റ്റഡി ആൻഡ് മൈഗ്രേറ്റ് ഇൻ സ്വിറ്റ്സർലൻഡ്, US എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ പഠിക്കട്ടെ, അതുപോലെ തന്നെ അവർ പ്രവാസത്തിലേക്ക് പോകട്ടെ, അവരവിടെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വിറ്റും ചുറ്റും തനിക്കുള്ളത് മുഴുവൻ ചെലവാക്കി പഠിപ്പിച്ച് വളർത്തിവിട്ട മക്കൾ മാതാപിതാക്കളുടെ ജീവിതത്തിൻ്റെ സായം സദ്യയിൽ അവരെ തിരിഞ്ഞുകൊത്തുന്ന വിഷസർപ്പങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതമില്ലാത്ത, ധാർമ്മികതയില്ലാത്ത, അള്ളാഹു ഇല്ലാത്ത വിദ്യാഭ്യാസം അത് മാത്രം ലോകത്ത് വ്യാപനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യനാളിൻ്റെ അടയാളം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, മതേതര വിദ്യാഭ്യാസം വ്യാപിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മതമില്ലാത്ത പഠനം കുറയുമെന്നല്ല പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പഠനം വ്യാപിക്കും, പഠനം നന്നായി നടക്കും. പക്ഷേ ഗൈരിദ്ദീൻ, മതേതരം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ മതേതരമാകണം. മതത്തിൻ്റെ യാതൊരു ഇടപെടലുകളും, മതത്തിൻ്റെ യാതൊരു ചിഹ്നങ്ങൾക്കും അവിടെ ഇടം കൊടുക്കരുത്. ദൈവം അറിയാതെ പോലും ചർച്ച ചെയ്യപ്പെട്ടു പോകരുത് എന്ന വിധത്തിൽ വിദ്യാഭ്യാസത്തെ തികച്ചും മതേതരമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് പരിശുദ്ധമായ ഒരു ഖുർആൻ അന്യഭാഷാ ഗ്രന്ഥം, 600 പേജുള്ള ഒരു പുസ്തകം പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വിലപ്പെട്ട നാളത്തെ യൗവനങ്ങളെ, നമ്മുടെ ഭാവിയുടെ പ്രതീക്ഷകളെ, വാഗ്ദാനങ്ങളെ, അവരുടെ ജീവിതത്തിൻ്റെ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ അതിലല്പം അധികം വർഷം മാറ്റിവെച്ചുകൊണ്ട് അവരെ ഇങ്ങനെ മനപ്പാടമാക്കിച്ച് എന്തിനവരുടെ ജീവിതം പാഴാക്കുന്നു എന്നാണ് പലരും ചോദിക്കുന്നതെങ്കിൽ വളരെ കൃത്യമായി അറിഞ്ഞുകൊള്ളുക, ഇത് പാഴാക്കലല്ല, ഇത് വാസ്തവത്തിൽ ഇവരുടെ വളർച്ചയ്ക്കുള്ള അസ്ഥിവാരമൊരുക്കുകയാണ്. ഈ പ്രിയപ്പെട്ട മക്കൾ നാളെയുടെ ജീനിയസുകളായി രൂപാന്തരപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് യഥാർത്ഥത്തിൽ ഹിഫ്ളുൽ ഖുർആനിലൂടെ. ഖുർആൻ അത് നമുക്ക് തരുന്നത് മാർഗദർശനം മാത്രമല്ല, ഖുർആൻ നമുക്ക് തരുന്നത് എല്ലാമാണ്. ഖുർആനിനെ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചാൽ, ഖുർആനിനെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ, പാരായണം ചെയ്യേണ്ടതുപോലെ പാരായണം ചെയ്താൽ, അതിൻ്റെ ആശയങ്ങളെ സംബന്ധിച്ച് വേണ്ട വിധം ഗ്രഹിച്ചാൽ, ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളെയും നാം വേണ്ടവണ്ണം ഗൗനിച്ചാൽ ഖുർആൻ നമുക്ക് തരുന്നതെല്ലാമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹിഫ്ള് ഇപ്പം എന്താ തരിക? അപ്പോൾ വെറുതെ മനപ്പാടമാക്കുന്ന ഹിഫ്ള് ഇപ്പം നമുക്ക് എന്താ തരിക? ലോകത്ത് ഗ്രന്ഥങ്ങൾ മനപ്പാടമാക്കപ്പെടുക എന്ന് എന്ന പ്രവണത പൊതുവെ കുറവാണ്. ഏതെങ്കിലും ഒരു പുസ്തകം ഞാൻ മനപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകളെ നമ്മൾ അപൂർവമായിട്ട് മാത്രമേ ലോകചരിത്രത്തിൽ കേട്ടിട്ടുള്ളൂ. ഞാൻ ചില ആളുകളെ ഓർക്കുകയാണ്. ഞാനൊരു പുസ്തകം മനപ്പാടമാക്കി എന്ന് പറഞ്ഞ ആളുകൾ ആരും മോശക്കാരല്ല. ഈ മനപ്പാടമാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ അങ്ങ് സാധിക്കുന്നതല്ല. മനപ്പാടമാക്കാൻ കഴിഞ്ഞാൽ ഒരു ഗ്രന്ഥമൊക്കെ അങ്ങനെ തന്നെ ഉള്ളിലങ്ങ് ഒതുക്കി വെക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരു ജീനിയസ് ആകുന്നു എന്നതാണ്. ലോക ചരിത്രത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോക സാമ്രാട്ടുകളിലെ അദ്വിതീയനായ 2ാം ലോക മഹായുദ്ധത്തിന്റെ തന്നെ ചുക്കാൻ പിടിച്ച ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിരുന്ന സർ വിൻസ്റ്റൺ ചർച്ചിൽ ഒരിക്കൽ പറയുകയുണ്ടായി, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥമുണ്ട്. മിൽട്ടൺ അദ്ദേഹത്തിന്റെ പാരഡൈസ് ലോസ്റ്റ്, നഷ്ടസ്വർഗം. ആ ഗ്രന്ഥം അത് ലോകത്ത് അതിന്റെ മുഴുവൻ പ്രതികളും ഇല്ലാതായി പോയെങ്കിൽ പോകട്ടെ, നിങ്ങൾ അതിനെക്കുറിച്ച് ആശങ്കപ്പെടണ്ട, അത് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പകർത്തി എഴുതിക്കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് ആ വാക്ക് കേട്ട് ഇന്നും ഞെട്ടുകയാണ് ലോകം. ഒരു പുസ്തകം അങ്ങനെ തന്നെ ഒരാൾ പകർത്തി എഴുതുകയോ എന്ന്. അത് പറഞ്ഞതാരാ? വിൻസ്റ്റൺ ചർച്ചിൽ. അദ്ദേഹം മഹാസാമ്രാട്ടാണെന്ന് മാത്രമല്ല, സാഹിത്യത്തിന്റെ കുലപതിയാണ്, വലിയ ജീനിയസാണ് എന്നൊക്കെ ലോകം സമ്മതിക്കുന്ന ആ വിൻസ്റ്റൺ ചർച്ചിലായതിൻ്റെ പിന്നിൽ വളരെ മനോഹരമായ ആശയങ്ങളെ, ഭാവനകളെ ഉള്ളിലൊതുക്കുന്ന ഒരു മഹത്തായ ഗ്രന്ഥത്തെ വെറുതെ വായിക്കുകയല്ല, വായിച്ച് ആവർത്തിച്ച് അതിൻ്റെ അക്ഷരങ്ങൾ മുഴുവൻ ഉള്ളിലൊതുക്കിയപ്പോഴാണ് വിൻസ്റ്റൺ ചർച്ചിലിനെ പോലെ ഒരു ജീനിയസ് രൂപാന്തരപ്പെട്ടതെന്നാണ് നമ്മളവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. പുസ്തകങ്ങൾ മനഃപ്പാടമാക്കി ഒരുപാട് പേരെ പിന്നെ നമുക്കറിയില്ലെങ്കിൽ കേരളത്തിൽ ഒരാളുണ്ട്,
അതാരെന്നറിയോ? ലോകത്താദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അധിപനായിരുന്ന, കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്ന, രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ ഒരു ഇതിഹാസമായി തന്നെ ലോകം രാഷ്ട്രീയാശയങ്ങളോട് വിയോജനപ്പെണ്ടെങ്കിലും വാഴ്ത്തുന്ന സാക്ഷാൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ഒരു നമ്പൂരി കുടുംബത്തിൽ പിറന്ന ആളായതുകൊണ്ട് വേദം പഠിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ മാതാപിതാക്കൾ അദ്ദേഹത്തെ 6 വർഷം കുത്തിയിരുത്തി ഋഗ്വേദം കാണാതെ പഠിപ്പിച്ചു. ഋഗ്വേദം അദ്ദേഹത്തെ കാണാതെ പഠിപ്പിച്ചു. ആ മനപ്പാടമാക്കലിനെ കുറിച്ച് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരനായി മാറി അദ്ദേഹം രേഖപ്പെടുത്തിയത് എൻ്റെ ജീവിതത്തിലെ നഷ്ടമായ 6 വർഷങ്ങളെന്നാണ്. അതല്ല സങ്കടം, അതല്ല വിഷയം. അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലും അദ്ദേഹത്തെ സംസാരിക്കുമ്പോൾ വിക്കുള്ള ആ മനുഷ്യൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ മെമ്മറി കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ധിഷണ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാവന കൊണ്ട്, തൻ്റെ വിരൽ ചലനങ്ങൾ കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ വല്ലാതെ നിയന്ത്രിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത്രയും വലിയ ഒരു പ്രതിഭ ആ വ്യക്തിത്വത്തിൽ വളർന്നു വന്നപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിൽ ഒരു വേദഗ്രന്ഥം വളരെ മെനക്കെട്ടിരുന്ന് മനപ്പാടമാക്കി അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ അറകളെ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചരിത്രം കാണിക്കുന്നത്. അഥവാ ഗ്രന്ഥങ്ങൾ മനപ്പാടമാക്കിയതായി അറിയപ്പെട്ട വ്യക്തികളൊന്നും ചരിത്രത്തിൽ ആരും മോശക്കാരായിട്ടില്ല എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അങ്ങനെ ഇരിക്കെ പക്ഷേ അവർ മനപ്പാടമാക്കിയതിൽ ഒതുങ്ങാത്ത പഠനത്തിൻ്റെ വിശാലമായ വഴികളിൽ അവരുടെ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി പിന്നീടും അവർ മുന്നോട്ട് ഗമിച്ചപ്പോൾ അവർ ലോകത്തെ ശ്രദ്ധേയ വ്യക്തിത്വങ്ങളായി മാറിയെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് മനപ്പാടമാക്കിയ കുട്ടികൾക്കുള്ള പഠനശേഷി മികവ് എത്ര അധികമാണ് എന്ന് PMS കോളേജിലെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ ഒമാനൂർ മുഹമ്മദ് ഒരിക്കൽ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. എൻ്റെ കോളേജിൽ ഡിഗ്രി പഠിക്കാനും പ്രീ ഡിഗ്രി പഠിക്കാനും ഒക്കെ വരുന്ന വിദ്യാർത്ഥികളിൽ കുറച്ച് ഹാഫിളീങ്ങളുമുണ്ട്, ഖുർആൻ മനപ്പാടമാക്കിയവർ. പഠിപ്പിക്കുന്ന വിഷയങ്ങൾ മനപ്പാടമാക്കാനുള്ള പഠിക്കാനുള്ള അവരുടെ ശേഷി മറ്റു വിദ്യാർത്ഥികളെ അപേക്ഷിച്ച് കുറഞ്ഞത് 4 ഇരട്ടിയാണ്. കുറഞ്ഞത് 4 ഇരട്ടി കഴിവാണെന്ന്. അപ്പം ഹാഫിളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഹാഫിളായി വാപ്പ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദർസിൽ കൊണ്ട് വിട്ടതുകൊണ്ട് ഗതികേടുകൊണ്ട് മനപ്പാടമാക്കിയ നിങ്ങളുടെ ആ മികവുമായി നിങ്ങൾ ഇവിടം വെച്ച് പരിപാടി അവസാനിപ്പിച്ചു പോയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങും എത്തൂല. നമ്മുടെ ഹാഫിളങ്ങൾക്കൊക്കെ പുതിയത് സംഭവിച്ചിരിക്കുന്ന ഹാഫിളങ്ങായി കിട്ടിയേച്ചാൽ മതി. കാരണം സ്വർഗത്തിൽ കിരീടം കിട്ടുമല്ലോ വാപ്പാക്ക്, സ്വർഗത്തിൽ ഒത്തിരി ദറജ കിട്ടുമല്ലോ. പക്ഷെ സ്വർഗത്തിൽ മാത്രം ദറജ കിട്ടാനല്ല അല്ലാഹു ഖുർആൻ തന്നിരിക്കുന്നത്. ദുനിയാവിൽ നിങ്ങളുടെ വളർച്ചയുടെ പടവുകളെ പരമാവധി പരിപോഷിപ്പിക്കാൻ പടച്ച തമ്പുരാൻ തന്നിരിക്കുന്ന ആധാരമാണ് ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തെ മനപ്പാടമാക്കുന്ന ഒരു ശിശു, നിങ്ങൾക്കറിയോ ഇമാം ഷാഫിഈ റഹിമഹുല്ല 7-ാം വയസ്സിൽ മുഴുവൻ ഇമാമിയങ്ങളെ കുറിച്ചും പറയുന്നു. ലോക ജീനിയസുകൾ 10 ലക്ഷം ഹദീസുകൾ അതിൻ്റെ സനദടക്കം മനപ്പാടമാക്കിയ പരിശുദ്ധ ദീനിൻ്റെ ഇമാമിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ 10 ലക്ഷം ഹദീസ് സനദടക്കം മനപ്പാടമാക്കാൻ പോയിട്ട് 100 ഹദീസ് സനദടക്കം അറിയാവുന്ന ഒരൊറ്റ പണ്ഡിതൻ കേരളത്തിലില്ല. 100 ഹദീസ് സനദടക്കം ഇമാം ഷാഫിഈക്കടക്കം ഇമാം അഹ്മദിനടക്കം അവർക്ക് 10 ലക്ഷം ഹദീസുകൾ മനപ്പാടമാണ്. ഈ അത്ഭുതത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവന്നത് 7-ാം വയസ്സിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പരിശുദ്ധ ഖുർആൻ ഹാഫിളായി. 14-ാം വയസ്സിൽ ഈജിപ്തിൻ്റെ ചീഫ് ജസ്റ്റിസുമായി. എന്നാലും ചോദിക്കേ, മനപ്പാടമാക്കിയ ആളുകൾ മോശക്കാരായിട്ടുണ്ടോ ലോക ചരിത്രത്തിൽ? അപ്പം അതുകൊണ്ട് മനപ്പാടമാക്കിയിട്ട് മനപ്പാടത്തിൽ മാത്രം നിർത്തിക്കളയാതെ ഇപ്പോൾ പലപ്പോഴും ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്ന ഉസ്താദുമാരുടെ ഏറ്റവും വലിയ പരാതിയും സങ്കടവും ഇതാ, പിള്ളേർ ഹിഫ്ദ് പഠിച്ചിട്ട് വെറുതെ അങ്ങ് പോവുക, പിന്നെ പഠനം തുടരുന്നില്ല. അവർ പിന്നെ വേറെ കച്ചവടത്തിനോ മറ്റു പരിപാടികൾക്കോ പോവുക. നിങ്ങൾ അറിവിൻ്റെ വിശാലമായ മേഖലകളിൽ ലോകം കീഴ്പ്പെടുത്താൻ പറ്റുന്ന അത്ഭുതകരമായ സിദ്ധിവിശേഷത്തിൻ്റെ അകക്കാമ്പുകളെ ഓർമ്മശക്തിയുടെ വികാസം കൊണ്ട് പരിപോഷിപ്പിച്ചെടുത്ത നിങ്ങൾ അറിവിൻ്റെ മേഖലകളിൽ നിങ്ങൾ പഠിച്ച പരിശുദ്ധമായ ഖുർആനിൻ്റെ ഉള്ളറകളിലേക്ക് ഊളിയിട്ടിറങ്ങേണ്ടുന്ന നിങ്ങൾ ആ ദൗത്യം നിർവഹിക്കുമ്പോഴാണ് നിങ്ങൾ വലിയവരാവുക. ആ പണി ചെയ്യണം. നിങ്ങൾ ഖുർആൻ നന്നായി ഹുഫാദുകളെ നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ നന്നായി പഠിക്കൂ. ഖുർആനിലെല്ലാം ഉണ്ട്. ഓർമ്മയെ വളർത്തി ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ചിട്ട് നിങ്ങളിനി കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ എല്ലാ പരീക്ഷാഘട്ടങ്ങളിലും നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓർമ്മയാണ്. ഒരു പരീക്ഷയിൽ മികവ് നേടുന്ന വിദ്യാർത്ഥിക്ക് അടിസ്ഥാനപരമായി കയ്യിലുണ്ടാകേണ്ടുന്ന ആയുധം എന്താ? മെമ്മറിയാണ്. മെമ്മറി ഉണ്ടെങ്കിൽ ഏത് പരീക്ഷയിലും വിജയിക്കും. അത് ഖുർആൻ പരീക്ഷയിൽ മാത്രമല്ല,
ഖുർആൻ ഏതര പരീക്ഷയിലായാലും ശരി, മെഡിസിനിലായാലും എഞ്ചിനീയറിംഗിലായാലും നിങ്ങൾ പോകുന്ന എല്ലാ രംഗത്തും നിങ്ങളുടെ ഈ മെമ്മറി നിങ്ങൾക്ക് മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ചെറുപ്പത്തിലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യാനും അതുപോലെ തന്നെ മനഃപ്പാഠമാക്കാനും എളുപ്പമുള്ള ഗ്രന്ഥം. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഇത് മനഃപ്പാഠമാക്കാൻ നാം അനായാസമാക്കിയിരിക്കുകയാണ്, ആരെങ്കിലും ഉണ്ടോ ആലോചിക്കാനെന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് മനഃപ്പാഠമാക്കാൻ എളുപ്പമാക്കി തന്നേക്ക. ലോകത്ത് ഒന്നല്ല, 1000 1 ലക്ഷമല്ല, ദശലക്ഷമല്ല, 1 കോടിയല്ല, ഈ പരിശുദ്ധമായ ഗ്രന്ഥം മനഃപ്പാഠമാക്കിയ മക്കൾ ലോകത്തുണ്ട്. എന്തിനാണ്? മനുഷ്യരാശിക്ക് അവൻ്റെ മുന്നോട്ടുള്ള പ്രയാണപഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടേണ്ടുന്ന അവൻ്റെ സ്കിൽ, അവൻ്റെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് മെമ്മറിയാണ്. മെമ്മറി ഉണ്ടെങ്കിൽ എല്ലായി, ബാക്കി എല്ലാവനും വഴങ്ങും. ആ മെമ്മറി അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ മനഃപ്പാഠമാക്കുന്നതിലൂടെ ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ പരകോടിയിലേക്ക് വളർത്തിയെടുക്കാനാണ് പരിശുദ്ധമായ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി പറഞ്ഞതിലൂടെ നമ്മളോട് പറയപ്പെട്ടത്. പക്ഷേ നമ്മൾ അത് ചെയ്യുമ്പോഴും ആ പഠനം കഴിഞ്ഞിട്ട് മെമ്മറിയൊക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കാതെ പാഴാക്കാനാണ് ശ്രമമെങ്കിൽ നമുക്കൊരു വില എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ സ്കില്ല്, അപാരമായ ഓർമ്മശക്തിയെ വളർത്തുന്ന ഖുർആൻ, അതുപോലെ തന്നെ സ്വരമാധുരിയുള്ള ഒരു വിദ്യാർത്ഥിയുടെ, ഒരു ഹാഫിളിൻ്റെ പാരായണം അതിരിമ കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഖുർആൻ. ഒരു മനുഷ്യന് ഗായകന്മാർ നമുക്ക് കാണാമല്ലോ, അവരൊക്കെ ലോകത്തിൻ്റെ പ്രിയങ്കര പദവി ആർജിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ എത്രയോ അപ്പുറത്ത് ലോകത്ത് പരിശുദ്ധമായ ഖുർആൻ സുന്ദരമായി. ഇപ്പം നമ്മളൊരു ബാങ്ക് കേട്ടു, സുന്ദരമായ ബാങ്ക്. ആ ബാങ്ക് കേട്ടപ്പോൾ എന്നോട് പ്രസിഡന്റ് പറയുകയായിരുന്നു, ഇതിനേക്കാളും വലിയൊരു ബാങ്ക് വിളിക്കാരൻ ഇവിടെ ഉണ്ടെന്ന്. അവാർഡ് കിട്ടിയ ആളാണ്, ഭയങ്കര ബാങ്കാന്നാണ് പറഞ്ഞത്. ആ ബാങ്കിൻ്റെ ആ ശീലുകളിൽ നമ്മൾ സ്വയം മറന്നിരിക്കുകയായി. എത്ര നേരം നീണ്ടാലും കുഴപ്പമില്ല, പിന്നെ പ്രസംഗത്തിൻ്റെ ഇടയിലായതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. നമുക്ക് ആ ഒരു ബാങ്കിന്റെ പാരായണ മധുരിമ, ലോകത്തുയർത്തുന്ന ശബ്ദവീജികള് മനുഷ്യന്റെ മനസ്സുകളെ ആനന്ദിപ്പിക്കുമ്പോൾ, അതിൻ്റെ ആസ്വാദ്യതയിൽ ലോകം മതിമയങ്ങുമ്പോൾ, പരിശുദ്ധമായ ഖുർആനിന്റെ ലോകോത്തര കാരികളായ ഖാരി അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹിമഹുല്ല അടക്കം, ഖാരി അബ്ദുറഹ്മാൻ സുദൈസ് അടക്കമുള്ള ഖുർആകളുടെ ഹാഫിൾ അവരുടെ ഖുർആൻ കേൾക്കാൻ വേണ്ടി കൂടിയാണ് സത്യത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ പോണത്. അവര് അവിടെ പോയിട്ട് ഇമാമാരാ സുദൈസാണോ ഷുറൈമാണോ എന്നിങ്ങനെ അവർ നോക്കും. ആ ഓതലിൻ്റെ പിന്നിൽ ഒരു 10-15 ദിവസം 2 ആഴ്ച ഒന്നും മതിമറന്ന് നിൽക്കാൻ വേണ്ടി കൂടി നമ്മൾ പോണേ. അത്രമേൽ പരിശുദ്ധമായ ഖുർആനിനെ മനോഹരമായി പാരായണം ചെയ്യാൻ നിങ്ങളുടെ ശബ്ദ മധുരിമ കൊണ്ടതിനെ നിങ്ങൾ ഈ ലോകത്ത് പ്രഫുല്ലമാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവിടെയും ഭൗതികമായ സാധ്യതയുമുണ്ട്. ലോകത്ത് പരിശുദ്ധമായ ഖുർആനിൻ്റെ പാരായണം കൊണ്ട് മനസ്സിൽ അമൃതോത്സവം പെയ്യുന്ന ഒരു 1-2 ലക്ഷോപലക്ഷം മനുഷ്യ മനസ്സുകൾക്ക് നിങ്ങളുടെ പാരായണം പ്രിയങ്കരമാണ്. നിങ്ങളൊന്നും ആയില്ലെങ്കിലും നല്ല കാര്യം, നല്ല ഓതുന്ന ഒരു ഹാഫിളുള്ള ഒരു പള്ളിയിൽ ആളുകൾ നിസ്കാരത്തിൽ കൂടുതൽ കൂടും. അത് വലിയ ആര്യമൊന്നും ആയിരിക്കില്ല, അവിടെ പോയാൽ നല്ല ഓതലാന്ന് പറയും. അപ്പോൾ ഓതൽ നല്ലതാണെങ്കിൽ നിങ്ങളുടെ പുറകെ നിൽക്കാൻ 10,000 കാത്തു നിൽക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മെമ്മറി വർദ്ധിച്ചു, നിങ്ങളുടെ ഇത്ര മധുരമായ, ഞാൻ ശ്രദ്ധിക്കും പലപ്പോഴും ഈ ഖുറാഇകൾ ഈ ഹാഫിളുകൾ അവരുടെ പാരായണത്തിന്റെ വ്യൂസ് പലപ്പോഴും മില്യൺ കണക്കിനാ. ഖാരി അബ്ദുൽ ബാസിത്തിന്റെ ചില സൂറത്തുകളൊക്കെ കോടിക്കണക്കിന് ആളുകളാണ്. ഞാൻ ഒരു ദിവസം അവരൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന, അനുകരിക്കുന്ന പിള്ളേരുടെ ഖിറാഅത്തിന് പോലും 5-6 വയസ്സുള്ളത് കോടിക്കണക്കിനാ. ഞാൻ ഒരു ദിവസം ഒരു പയ്യന്റെ ഖിറാഅത്ത് കേട്ടു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം 5 ലക്ഷമായിരുന്നു, പിന്നെ നോക്കിയപ്പോൾ 5 കോടിയാ. അത്ര ആളുകള്. അത്രമേൽ ലോകത്തെ 14 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും കേൾക്കാൻ മനുഷ്യൻ കാതോർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ഖുർആന്റെ ശ്രുതി മധുരിമയിൽ ലയിച്ചു നിൽക്കാൻ കൊതിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നമ്മളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇത് പഠിച്ചവൻ പാഴാവുകയില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹം മനുഷ്യത്വം കളഞ്ഞു കുളിച്ചുകൊണ്ട് മൃഗങ്ങളെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയ, മതേതര വിദ്യാഭ്യാസം ലോകത്ത് പെരുകിയപ്പോൾ പഠിക്കാതിരിക്കാൻ ഇപ്പം എന്താ മക്കളുടെ കാരണവന്മാരുടെ സ്ഥിതി എന്നറിയോ? പുതിയ കാലഘട്ടത്തിൽ മക്കൾ പഠിക്കാതിരിക്കാനും പറ്റൂല, പഠിക്കാൻ വിട്ടാ മക്കൾ കന്നാലിയായി തിരിച്ചു വരും. എങ്ങനെ പഠിക്കാതിരിക്കാൻ? രണ്ടിൻ്റെ ഇടയിൽ ഒരു ധർമ്മസങ്കടത്തിലാണ്. ഈ കഴിഞ്ഞ നാൾ ഞാൻ കാസർഗോഡല്ല, കണ്ണൂര് ഒരു പരിപാടിക്ക് പോയപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരൻ, പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ബിസിനസ്സുകാരൻ പറഞ്ഞു, ഉസ്താദിനൊക്കെ ഒരുപക്ഷെ അറിയായിരിക്കുമല്ലോ, ഏറിയ 12 ഏറ്റവും വലിയ ബിസിനസ്സുകാരനാണ്, കോടാന കോടികളിട്ട് അമ്മാനമാടുന്ന ഒരു ബിസിനസ്സുകാരൻ
ഭാഷകാരൻ പറയുകയാണ്, ഏറിയ 12ാം ക്ലാസ് വരെ പഠിച്ച ഒരു പെൺകുട്ടി, നല്ലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പറയണം അത്രയെങ്കിലും പഠിക്കാതെ എങ്ങനെയാന്ന് ഓർത്തിട്ടാന്ന് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പഠിക്കരുതെന്ന്. പള്ളിക്കുടത്തിൽ വിട്ടാൽ പിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല ആണിനെയും പെണ്ണിനെയും എന്ന് രക്ഷകർത്താക്കൾ അനുഭവം വെച്ച് വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ലോകത്ത് സർവ്വ അധാർമികതകളെയും ചെറുത്തു തോൽപ്പിക്കുന്ന പരിശുദ്ധമായ കൊടിക്കൂറ പാറിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിങ്ങളുടെ കൈവശമുള്ളത്. ഈ ഖുർആനിന്റെ ഉള്ളറകളെ നിങ്ങൾ തൊട്ടറിയുകയും ഈ ഖുർആൻ ലോകത്ത് സൃഷ്ടിച്ച അത്ഭുതകരമായ വിപ്ലവങ്ങൾ, മദ്യം കൊണ്ട് മദ്യത്തിൽ മുങ്ങിത്തപ്പുന്ന ഒരു ലോകത്തെ അതിൽ നിന്ന് ഒരുത്തനെ കള്ളുകുടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ലോകത്ത് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചു നടക്കുമോ? കള്ളു കുടിക്കുന്ന ഒരുത്തനെ കള്ളുകുടി നിർത്താൻ ട്രംപ് വിചാരിച്ചു നടക്കുമോ? ലക്ഷം പേരെ കൊല്ലാൻ പറ്റിയേക്കും. ഒരു കള്ളുകുടിയാനല്ലാതാക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ബുൾഡോസർ രാജ് നടത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞേക്കും. ഒരു ലഹരി ബാധിതനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ അങ്ങേർക്ക് പറ്റുമോ? ലോകത്തൊരു ശക്തിക്കും കഴിയാത്ത അത്ഭുതകരമായ ആ ശക്തിയും സ്വാധീനവും പരിശുദ്ധമായ ഖുർആനുണ്ട്. ഈ ലോകത്ത് ഇന്ന് മനുഷ്യരെല്ലാവരും മനുഷ്യത്വത്തിലേക്കൊന്ന് മടങ്ങി വരണമെന്ന് എല്ലാവർക്കും അറിയാം. പോക്ക് ശരിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പോൾ മുഖ്യമന്ത്രിയായ മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് ഒരിക്കലും ഒരു പ്രസംഗവേദി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഈ കെട്ടകാലത്തും എന്ന്, കെട്ടകാലത്തും. അപ്പൊ മുസ്ലിയാക്കന്മാർക്ക് മാത്രമല്ല രാഷ്ട്രീയക്കാർക്ക് ഈ കാലം കെട്ടതാണെന്നറിയാം. ആ കഷ്ടകാലത്തിന് നേതൃത്വം നൽകുന്നവരാരാ? ഇവരൊക്കെ തന്നെയാണ്, അല്ലേ? ആ കെട്ടകാലമാണ് ഇക്കാലമെന്ന് സർവരും പറയുന്ന കാലം. കള്ളിനും പെണ്ണിനും കഞ്ചാവിനും ഇപ്പൊ പുതിയ ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രി വന്നല്ലോ. ലഹരിയിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കാൻ പള്ളിക്കുടത്തിൽ പോകുന്ന ഒരു വിദ്യാർത്ഥി പെണ്ണ് പിടിക്കില്ല കള്ളു കുടിക്കില്ലെന്ന് പറയാൻ കൊള്ളാവുന്ന, ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ചും പറയാൻ പറ്റാത്തിടത്തേക്ക് ലോകം മാറുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ലോകത്തെ യാഥാർമികതയിൽ നിന്നെല്ലാം പിടിച്ചു കെട്ടാൻ ലോകം ഇത് കൊതിക്കുന്നുണ്ട്. അതിന് കഴിയുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ്. നിങ്ങൾക്കറിയോ, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ കള്ള് ഷാപ്പുകൾ നിറയുമ്പോഴും ഒരു കള്ള് ഷാപ്പ് പോലും ഒരു മുസൽമാൻ നടത്തുന്നില്ല. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഉപയോഗിച്ച ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ എന്ന ഒരൊറ്റ ആഹ്വാനം കേട്ട് മദീന ഉണർന്നതിൽ പിന്നീട് ഇന്നോളം ഒരു കള്ള് ഷാപ്പ് നടത്താൻ 4000 കിലോമീറ്ററുകൾക്കിപ്പുറത്ത്, അറേബ്യക്കിപ്പുറം 4000 കിലോമീറ്ററുകൾക്കപ്പുറത്ത് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ പോലും പരസ്യമായി ഒരു കള്ള് ഷാപ്പ് നടത്താൻ ഈ ഖുർആനിന്റെ സമുദായത്തിന്റെ അനുയായികൾക്ക് കഴിയാതെ പോകുന്ന വിധത്തിൽ മദ്യത്തിൽ നീ സമുദായത്തെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞ ഒരു ഗ്രന്ഥത്തിന്റെ പേരാണിത്. ആരെങ്കിലും ഇനിയിപ്പോൾ 1-2 നടന്നു. ഒരു 10 കൊല്ലം മുമ്പ് ആരും ഇല്ലെന്ന് പറയായിരുന്നു, ഇപ്പോൾ കുറച്ചുണ്ട്. ഉണ്ടെങ്കിലും അയാൾക്ക് പള്ളിയോടോ ഖുർആനോടോ ഇസ്ലാമിൻ ദീനുമായിട്ടോ യാതൊരു പുലബന്ധം പോലും ഇല്ലാത്തോ മാത്രമേ നടത്തുള്ളൂ, അല്ലേ? അപ്പൊ ഖുർആനിന് ലോകത്തൊരാൾക്കും ചെറുക്കാനാവാത്ത മദ്യത്തെ പ്രതിരോധിക്കാനുള്ള അന്നും ഇന്നുമുള്ള അപാര ശേഷി നമ്മൾ തിരിച്ചറിയണം. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ കഴിയുന്ന അപാര ശേഷി ഈ പരിശുദ്ധമായ ഗ്രന്ഥത്തിനുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ സന്ദേശത്തിന്റെ വാഹകന്മാരായി സജീവമായി നിങ്ങളുടെ സിദ്ധികളെ തേച്ചുമിനുക്കി നിങ്ങൾ രംഗത്ത് വന്നാൽ നിങ്ങളെപ്പോലെ ആദരണീയരായി ലോകത്ത് മറ്റാരും ഉണ്ടാവുകയില്ല. എത്ര ആളുകൾ പലപ്പോഴും വന്ന് പറയാറുണ്ട്, ഉസ്താദേ മോനെ ഒന്ന് ശരിയാക്കി തരണം. എല്ലാവർക്കും സങ്കട. കള്ളിനടിമയാ, ലഹരിക്കടിമയാ, പെണ്ണിനടിമയാ, പ്രണയത്തിനടിമയാ. നന്നാക്കാൻ അവസാനം ഉസ്താദ് വേണം. ഉസ്താദിന്റെ കയ്യിൽ എന്താ ഉള്ളത്? പോലീസുണ്ടോ? ഉസ്താദിന്റെ കയ്യിലുള്ളത് ഈ സാധനം, ഈ ആയത്തുണ്ടെന്ന്, ഖുർആനുണ്ടല്ലോ. അതുകൊണ്ട് നന്നാക്കണമെന്ന് തോന്നുമ്പോൾ അവസാനം വന്ന് അഭയം പ്രാപിക്കുന്നവിടെയാ? ഉസ്താദിന്റെ അടുത്തേക്കാ. ആ ചികിത്സകന്മാര്, ആ ഭിഷഗ്വരന്മാരാണ് നിങ്ങൾ. നാളെ ഇതല്ല സ്ഥിതി. ലോകം മുഴുവൻ പിടിച്ചാ കിട്ടാത്ത മക്കളെ കൊണ്ട് കണ്ടില്ലേ നമ്മൾ? വെഞ്ഞാറമൂടിൽ മുസ്ലിം കുടുംബത്തിൽ പിറന്ന പയ്യൻ സ്വന്തം അമ്മയടക്കം കള്ളിന്, ലഹരിക്ക്, പ്രണയത്തിന് കാമുകിയുമുണ്ട്. ലഹരിക്ക് അരുത് മക്കളെ, അരുതരുതേ എന്ന്, ഈ പ്രണയക്കുരുക്കിൽ അകപ്പെടരുതേ എന്ന് പറയാൻ ഈ ഗ്രന്ഥമേ ഉള്ളൂ, അല്ലേ? പ്രണയിക്കരുതേ എന്ന് കോളേജിൽ പറയോ? പ്രണയിക്കരുതേ എന്ന് പറയുന്നവനെ തീവ്രവാദി എന്നേ അവർ പറയുള്ളൂ. കള്ളു കുടിക്കരുതേ എന്ന് പറയോ? കുടിക്കരുതേ എന്ന് പറയുന്നവൻ തീവ്രവാദിയാന്നേ രാഷ്ട്രീയക്കാരൻ പറയുള്ളൂ. ഗവൺമെന്റ് പറയുമോ അരുതേ എന്ന്? അവരെല്ലാവരും പ്രോത്സാഹനം നൽകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് അരുതെന്ന് പറയുന്ന ഗ്രന്ഥം ഇതാ. അത് കേൾക്കാത്ത, അത് കാണാത്ത, അത് പഠിക്കാൻ അവസരം ലഭിക്കാത്ത ആ ചെറുപ്പക്കാരൻ 5 പേരെ ചുറ്റിക കൊണ്ടടിച്ച് റിപ്പർ സ്റ്റൈലിൽ കൊലപ്പെടുത്തിയത് മുസ്ലിം കുടുംബത്തിൽ പറന്ന പയ്യനാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ഗ്രന്ഥവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണെന്നതിൽ വല്ല തർക്കവുമുണ്ടോ?
ഇത് കേരളത്തിൻ്റെ കഥയായി ഇന്ന് മാറിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയുടെ കഥയായി ഇത് മാറിയിട്ട് 10-25 കൊല്ലമായി. അപ്പനെ തിരിച്ചറിയാത്ത ഫാദർലെസ് അമേരിക്ക ഒരു പുസ്തകം അവിടെ ഇറങ്ങിയ ഫാദർലെസ് അമേരിക്ക, ഡേവിഡ് ബ്ലാങ്കൻ ഹോൺ എഴുതിയ പുസ്തകമാണ്. 50% അമേരിക്കൻ മക്കൾക്ക് അപ്പനാരെന്നറിയില്ല പോലും. മനസ്സിലായില്ലേ? അപ്പനറിയാത്ത മക്കൾ, അച്ചടക്കം നഷ്ടപ്പെട്ട അരാജകത്വവാദികളായ മക്കൾ നിസ്സാരമായ പ്രകോപനത്തിന്റെ പേരിൽ സാമൂഹിക ദ്രോഹികളായവർ മാറുക. എല്ലാവർക്കും പേടിയാ. ഓരോരുത്തരുടെയും കയ്യിൽ തോക്ക, എല്ലാവരുടെയും കയ്യിൽ തോക്കുകൊണ്ടാണ് ആ സമൂഹം സുരക്ഷിതമായി ജീവിച്ചു പോകുന്നത്. അവരിൽ ഒരുത്തൻ എൽ സാൽവഡോർ റാമോസ് എന്നാണ് അവൻ്റെ പേര്. വാഷിങ്ടൺ എലമെന്ററി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയായ അവനുണ്ടായ നിസ്സാര പ്രകോപനത്തിന്റെ പേരിൽ കയ്യിലിരിക്കുന്ന യന്ത്രത്തോക്ക് കൊണ്ട് സ്വന്തം മുത്തശ്ശിയെ വെടിവെച്ചു കൊന്നു അവൻ. അതും കഴിഞ്ഞ് എന്നിട്ട് അരിശൻ തീരാഞ്ഞവന് അവൻ പള്ളിക്കൂടത്തിലേക്ക് പോയി 18 സഹപാഠികളെ കൂടി വെടിവെച്ചു കൊന്ന കഥ ഈ സമീപകാലത്ത് നമ്മൾ വായിച്ചതാ. ഞാനതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതുപോലെ 4-ലധികം പേര് കൊല്ലപ്പെട്ട അമേരിക്കയിലെ ഇൻസിഡന്റുകൾ 2 കൊല്ലത്തിനിടയിൽ 224 എണ്ണം. ഒരു സമൂഹം, ഖുർആനില്ലാത്ത സമൂഹം, എല്ലാമുള്ള സമ്പത്തുള്ള, സൈനിക ശക്തിയുള്ള, സാങ്കേതികതയുള്ള, ഏറ്റവും വലിയ ധിക്കാരിയായ ഭരണാധികാരികളുള്ള ഒരു രാജ്യത്തിന് ഒന്നേ ഇല്ലാതുള്ളൂ: വേദമില്ല, ഖുർആനില്ല, മനസ്സിനെ നന്നാക്കാൻ ആവശ്യമായ ഹുദാ അതില്ല എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലുകളുടെ സമൂഹമായി അമേരിക്ക മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ അമേരിക്കയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റാൻ ശ്രമിക്കുന്ന കേരളീയ സംസ്കാരവും അത്തരത്തിലേക്ക് വഴിമാറുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നാളെ നാം മാതാപിതാക്കളാണെന്ന് അവരറിയണമെങ്കിൽ, വാർദ്ധക്യത്തിൽ നമ്മൾ അവരുടെ വീട്ടിൽ അന്തിയുറങ്ങാൻ നമുക്ക് നാളെ സാധ്യമാക്കണമെങ്കിൽ, അമേരിക്കയിൽ മാതാപിതാക്കളൊന്നും മക്കളുടെ വീട്ടിലല്ല ഉറങ്ങണേ. അതൊക്കെ നമുക്കേ ഉള്ളൂ. ഈ ഖുർആനും ഈ വേദവും ഈ മതമൊക്കെ പറയുന്നിടത്ത് മാത്രമേ ഉള്ളൂ പ്രായമായ മക്കളുടെ വീട്ടിൽ മാതാപിതാക്കൾ ഉറങ്ങാറുള്ളൂ. ബാക്കിയെല്ലാം ഓൾഡ് ഏജ് ഹോമിലേക്കാ. ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നത് രക്ഷപ്പെടല, മക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പോണത്. അവിടെ ആണെങ്കിൽ തീർന്നു. ലോകത്ത് യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ദുസ്ഥിതി ഇതാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കും ഒറ്റമൂലിയായി പടച്ച തമ്പുരാൻ ഹുദല്ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാനായി തന്ന ഈ ഗ്രന്ഥം കൈവിട്ടതല്ലാതെ ഈ ലോകത്തിന് എന്താ പറ്റിയേ? ഇസ്ലാമിക ലോകം ഈ ഗ്രന്ഥം ഉയർത്തിപ്പിടിച്ചപ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, ചിന്തയുടെ ജാലകങ്ങൾ മലർക്കെ തുറന്നിട്ട് മക്കളെ, ഞാനിപ്പോ ആ കുട്ടികളുടെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒട്ടകത്തെ ആ കുട്ടികളുടെ എക്സിബിഷൻ ഞാൻ കണ്ടു. ഇവിടെ പറഞ്ഞല്ലോ എക്സിബിഷൻ ഉണ്ടായിരുന്നെന്ന്. അവിടെയും ആ കുട്ടികൾ, കുഞ്ഞുമക്കൾ, ഇത്രയും പ്രായമുള്ള മുതിർന്ന ആളുകളും അല്ല, അവരുടെ എക്സിബിഷൻ കണ്ടു. അവിടെ ഒരു ഒട്ടകത്തെ തന്നെ അങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുക. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. നിങ്ങൾ ഒട്ടകത്തെ കണ്ടിയില്ലയോ, എങ്ങനെയാണ് അതിൻ്റെ സൃഷ്ടിപ്പെന്ന്? ബയോളജി പഠിച്ചില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുന്നത്. ബയോളജി പഠിക്കേണ്ടാത്താണെന്നാണോ? അല്ലല്ലോ. ആകാശം എങ്ങനെയാണ്, അനേക ലക്ഷം ഗോളങ്ങൾ ആർത്തിരമ്പുന്ന ആകാശം, അതെങ്ങനെയാണ് ഉയർന്നു നിൽക്കുന്നതെന്നൊന്ന് പഠിക്കു പോയിട്ട്. അങ്ങനെ പഠിച്ചപ്പോഴാ ഭൂഗുരുത്വമൊക്കെ കണ്ടുപിടിച്ചത്. അല്ലേ? 10,000 കോടി സൗരയൂഥങ്ങൾ ഒരൊറ്റ ഗാലക്സിയിൽ മാത്രം നിറഞ്ഞാടുന്ന ഒരു ലോകം. അല്ലേ? ഒരൊറ്റ ഗാലക്സിയിൽ മാത്രം സൂര്യനും സൂര്യനെ ചുറ്റുന്ന 9 ഗോളങ്ങളും ഉൾപ്പെടുന്ന, ഭൂമിയേക്കാൾ 13.5 ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനും പിന്നെ 9 ഗോളങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു സൗരയൂഥം. അതുപോലത്തെ 10,000 കോടി സൗരയൂഥമാണ് ഒരു സോളാർ സിസ്റ്റം. ഒരു ഗാലക്സിയിൽ 10,000 കോടി വരെ എണ്ണണമെങ്കിൽ 10,000 കോടി വരെ എണ്ണണമെങ്കിൽ എത്ര കൊല്ലം വേണമെന്നറിയോ? 1, 2, 3, 4 എണ്ണിയാൽ മതി. 10,000 കോടി വരെ ഒന്ന് എണ്ണണമെങ്കിൽ എത്ര വേണം? 3000 കൊല്ലം വേണം. എത്ര കൊല്ലം? 3000 കൊല്ലം വേണം. ഇതെന്നോട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, ചങ്ങനാശ്ശേരി NS കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്, എൻ്റെ ഒരു പ്രസംഗം കേട്ട് ഗോപാലകൃഷ്ണ പണിക്കർ വന്നിട്ട് എന്നോട് പറഞ്ഞു തന്നാ. ഇതിൻ്റെ വലിപ്പം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാനൊരു ഫോർമുല പറഞ്ഞു തരാൻ മൗലവിക്കെന്ന് പറഞ്ഞിട്ട്. 10,000 കോടി സൗരയൂഥങ്ങളുണ്ട് ഒരു ഗാലക്സിയിൽ. അതുപോലത്തെ 10,000 കോടി ഗാലക്സികളുണ്ട് കണ്ടുപിടിക്കപ്പെട്ടതിൽ. അത്രയും നിറഞ്ഞു കിടക്കുന്ന വിശാലമായ പ്രപഞ്ചമുണ്ടല്ലോ, ആ പ്രപഞ്ചത്തെ അതെങ്ങനെയാണ് താഴോട്ട് വീണു പോകാതെ ഉയർന്നു നിൽക്കുന്നതെന്ന് പഠിക്കടാ എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് ഈ ലോകത്തോട് പറഞ്ഞ ഒരു ഗ്രന്ഥമാണ്. ചിന്തയെ ചൂടുപിടിപ്പിച്ച് കള്ളും കഞ്ചാവും അജ്ഞതയും അന്ധകാരവും നിറഞ്ഞാടിയ ഡാർക്കേജ് എന്ന് വിളിച്ച് ലോകം അധിക്ഷേപിച്ച 6-ാം നൂറ്റാണ്ടിന്റെ സന്താനങ്ങളെ യൂറോപ്പിന്റെ നവോത്ഥാനത്തിന്റെ ഉസ്താദുമാരാക്കി മാറ്റിയ ഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ.
യൂറോപ്പ് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ വിരാജിക്കുന്നതിന്റെ കാരണം എന്താ? യൂറോപ്യൻ എന്തുകൊണ്ടാ കണ്ടുപിടിച്ചാണോ? അല്ല, മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെ നോക്കി പഠിക്കൂ എങ്ങനെ അത് ഉയർന്നു നിൽക്കുന്നുവെന്ന്, ഒട്ടകത്തെ കണ്ടു പഠിക്കൂ അതിന്റെ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വരുമ്പോൾ ഇമാമ് തന്റെ പിന്നിൽ നിൽക്കുന്ന മഅ്മൂമിങ്ങൾക്ക് അത് ഓടിക്കൊടുക്കണമെന്ന്. എടാ ചിന്തിക്കടാ പോയിട്ടെന്ന്. മനസ്സിലായില്ലേ? ഓതുന്ന ഇമാമും ചിലപ്പോൾ ഓർക്കാറില്ല, കേൾക്കുന്ന മഅ്മൂം ഇത്രയും കാലം കേട്ടിട്ട് എന്താ പടച്ചോനെ പറയണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇതാണ് ഈ സമുദായത്തിന്റെ ദുര്യോഗം. ചിന്തയെ ചൂട് പിടിപ്പിക്കുന്ന, ചിന്തിക്കാത്തവൻ ആ ഒരൊറ്റ കാരണം കൊണ്ട് നരകത്തിലാന്ന് പറയുന്ന, കണ്ണ് കൊടുത്തിട്ട് കണ്ണുകൊണ്ട് കണ്ടില്ല, കണ്ണടച്ച് പിടിച്ചിട്ട് വണ്ടി ഓടിച്ചാൽ അവനെ എന്നിട്ട് അപകടം വരുത്തി വെച്ചാൽ ആർക്കെങ്കിലും അവനോട് സഹതാപം തോന്നുമോ? കാത് കൊടുത്തിട്ട് കേൾക്കാതെ കാതടച്ചു പിടിച്ചിട്ട് അപകടം വരുത്തി വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും സഹതാപം തോന്നുമോ? ചിന്ത കൊടുത്തിട്ട് ചിന്തിക്കാത്തവൻ സ്വയം തുലഞ്ഞ നരകത്തിൽ പോകുന്നതിന് അല്ലാഹുവിനൊരു പരാതിയുമില്ല. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി, ജിന്ന് ഇൻസുകളിൽപ്പെട്ട വലിയൊരു സമൂഹത്തെ നാം നരകത്തിനായി പ്രിപ്പയർ ചെയ്തു വെച്ചേക്കുക. നേരെ വിട്ടേക്കാം, ഒന്ന് ചത്തു കിട്ടിയാൽ മതി എന്ന് അല്ലാഹ് തയ്യാറാക്കി നിർത്തിയിരിക്കുക. എന്താ അവർ ചെയ്ത പാതകമെന്നറിയോ? ഒരു കള്ളു കുടിച്ചു എന്നല്ല, പെണ്ണ് പിടിച്ചു എന്നുമല്ല, പലിശ വാങ്ങി തിന്നുവെന്നുമല്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് മനസ്സുണ്ടായിരുന്നു, നാം കൊടുത്ത അത്ഭുത മനസ്സ്. ഭൂമിയിൽ ഒതുങ്ങാത്ത ഈ സീമയുടെ ഭൗമപ്രപഞ്ചത്തിന്റെ അതിരുകൾ ഭേദിച്ച് ആകാശ സീമകളിലേക്ക് ഉയർന്നു പറന്നുകൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ ഒതുങ്ങുന്ന പ്രതിഭാസമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ബോർഡ് താവളം ആകാശ സീമകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോഴും വാഷിങ്ടണിലും പാരീസിലും പറന്നു നടക്കുന്ന സൗരയൂഥ സീമകളുടെ അകലങ്ങളിലേക്ക് ഊളിയിട്ട് പറക്കുന്ന മനസ്സ് ഞാൻ അവന് കൊടുത്തിട്ട്, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവന് മനസ്സുണ്ടായിരുന്നു, പക്ഷേ അതുകൊണ്ട് അവൻ മനസ്സിലാക്കിയില്ല. മനസ്സുണ്ടായിരുന്നു, മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. ഇതാണ് നരകത്തിൽ പോകാൻ ഒറ്റ കാരണം. ചിന്തിക്കാത്തവന് ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ. ഹാഫിളുകളായിട്ട് ഖുർആനിൻ്റെ ആശയങ്ങളിൽ ചിന്തിച്ചില്ലെങ്കിൽ, ബയോളജി എന്ന് നമ്മൾ പറയുന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അസ്ട്രോണമി എന്ന് പറയുന്നത് പഠിപ്പിച്ചത് നമ്മളാണ്, അതിൻ്റെ പ്രേരണ കൊടുത്തത് ഖുർആനാണ്. വഇല സമാഇ കൈഫ റുഫിഅത്. വെറുതെയാണോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഒരു 100 കൊല്ലം പിന്നിടുമ്പോൾ യൂറോപ്പിന്റെ നെഞ്ചകത്ത് സ്പെയിനിൽ ഗ്രനഡയുടെ, സെവില്ലിയുടെ, കൊർഡോവയുടെ മണ്ണിൽ 600 കൊല്ലം ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൊർഡോവ സ്ഥാപിച്ച്, ലോകത്തെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ച്, ലോകത്തിന്റെ മുഴുവൻ സിൽവസ്റ്റർ രണ്ടാമനെ പോലുള്ള മാർപ്പാപ്പമാർ വന്ന് പഠിക്കുന്ന ലോകവിജ്ഞാനത്തിന്റെ ആസ്ഥാനമായി നിറഞ്ഞു നിൽക്കാൻ 6 നൂറ്റാണ്ട് മുസ്ലിം സ്പെയിനിൽ സാധിച്ചത് കൊണ്ടാണ് അവസാനം സ്പെയിനിന്റെ ക്ഷയം സംഭവിച്ചതോടുകൂടി അവരുണ്ടാക്കി എഴുതി വെച്ച ഗ്രന്ഥങ്ങൾ കുത്തിയിരുന്ന് കോപ്പി അടിച്ചിട്ടാണ് യൂറോപ്യന്മാർ റിനൈസൻസ് നവോത്ഥാനം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞത് ഞാനല്ല, ലോക ചരിത്രത്തിലെ ഇതിഹാസമായ ഹെർബർട്ട് ജോർജ് വെൽസാണ്. അറബികൾ തുടങ്ങി വെക്കാത്തതൊന്നും പൂർത്തീകരിക്കേണ്ടതായി ഞങ്ങൾക്ക് വന്നിട്ടില്ലെന്ന്. ഖുർആൻ ചിന്തയെ ചൂടുപിടിപ്പിച്ചപ്പോൾ, ഖുർആനിന്റെ പഠനത്തിൽ, മനനത്തിൽ, ഖുർആനിന്റെ പാരായണത്തിൽ അഭിരമിച്ചപ്പോൾ, ഒപ്പം ഖുർആനിന്റെ ആഴങ്ങളിൽ ഇറങ്ങി അത് പറയുന്നത് എന്താണെന്ന് പഠിക്കാൻ മെനക്കെട്ടപ്പോ 600 ആണ്ട് യൂറോപ്പ് ഭരിച്ച സമുദായമാണിത് എന്ന് ഖുർആൻ മാറ്റിവെച്ച മതേതര വിദ്യാഭ്യാസത്തിന്റെ പുറകെ പോയോ, അന്ന് യൂറോപ്പ് നമ്മളെ ഭരിച്ചു. 800 ആണ്ട് ഇന്ത്യ ഭരിച്ചു മുഗളൻ. അന്നവന് ഖുർആൻ ഉണ്ടായിരുന്നു. അന്ന് അവരുടെ പണ്ഡിതന്മാര് ഖുർആൻ ഉയർത്തിപ്പിടിച്ചു. ഇൻഡോ പാക് ഉപഭൂഖണ്ഡം ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും മുന്നിലാണെന്നാ. ഞാനതൊന്നും ദീർഘിച്ചു പറയുന്നില്ല. ഖുർആൻ എന്ന് കയ്യിലുണ്ടായിരുന്നു, അന്ന് ഈ സമുദായത്തിന് ഇസ്സത്തുണ്ടായിരുന്നു. ഖുർആൻ എന്ന് നാം മാറ്റിവെച്ചോ, അന്ന് ഈ സമുദായം തകരും എന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞതല്ലേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തയാണ്, ചിന്തയുടെ ആനന്ദം എന്താണ്, ആസ്വാദനം എന്താണെന്ന് ഖുർആൻ വായിച്ച് അതിൻ്റെ പഠനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾക്ക് ചിന്തയുടെ ആനന്ദം ആസ്വദിക്കാൻ പറ്റും. അവനെ പിടിച്ചു കെട്ടാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. മടങ്ങുക വീണ്ടും ഖുർആനിലേക്ക് എന്ന് ലോകം നമ്മെ മാടി വിളിക്കുകയാണ്, ആഹ്വാനം ചെയ്യുകയാണ്. ഖുർആൻ എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞു തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അല്ലാഹു പറയുകയാണ്, ഈ ഖുർആനിൻ്റെ ഒരു വരിയും വെറും ഒരു വരിയല്ല, ഇത് പാടാനും പറയാനുമല്ല. ബൽ ഹുവ ആയാത്തും ബയ്യിനാത്ത്,
ഇത് വ്യക്തമായ അത്ഭുതങ്ങളാണ്. ഇതിന്റെ ഓരോ ആയത്തുകളും വ്യക്തമായ അത്ഭുതങ്ങൾ ഓരോ ആയത്തിലും ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്താന്നൊന്ന് നോക്കി പഠിക്കണം, അത്രേ ഉള്ളൂ. ശാസ്ത്രബോധം, ശാസ്ത്രജ്ഞാനം നൽകപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഇതിലെ ഓരോ ആയത്തും അത്ഭുതമായി തെളിഞ്ഞു വരും. ഓരോ ആയത്തും അത്ഭുതമാകും. അല്ലാഹു പറയാ, ഒമാ യജ്ഹദു ബിആയാതിനാ ഇല്ലല്ലാലിമൂൻ. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുന്നവൻ കൊടിയ അക്രമിയാണ് എന്ന് പറഞ്ഞാൽ, അക്രമി എന്ന് പറഞ്ഞാൽ എന്താ? അക്രമി എന്ന് പറഞ്ഞാൽ കൊടുത്ത അനുഗ്രഹങ്ങളെ, ആയുധങ്ങളെ ഉപയോഗിക്കാത്തവനെന്നാ. ഒരു സ്ഥാനത്തെ ക്രമം തെറ്റി വെക്കുന്നതാണ് അക്രമം. അതാണ് ളുൽമ് എന്ന് പറഞ്ഞാൽ. ബുദ്ധിയെ പരിശുദ്ധമായ ഖുർആനിൽ ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മറ്റുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിവെച്ചിട്ട് ഖുർആനിന്റെ ചിന്തയ്ക്ക് വേണ്ടി ബുദ്ധി കൊടുക്കാത്തവൻ അക്രമിയാണ്. അക്രമിക്ക് മനസ്സിലാവില്ല, പക്ഷെ അക്രമി അല്ലാത്തവർക്ക് ഇത് ആയാത്തും ബയ്യിനാത്ത്, ഇത് വ്യക്തമായ ഓരോ ആയത്തും ഒരത്ഭുതമാണെന്ന് കാണാൻ കഴിയും. അത്ര വലിയ അത്ഭുതത്തിൻ്റെ, ഗവേഷണത്തിൻ്റെ, ശാസ്ത്ര പുരോഗതിയുടെ സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്ന ഈ ലോകത്തെ സ്വർഗഭൂമിയാക്കാനും നാളത്തെ സ്വർഗത്തിൽ ആദരിക്കപ്പെടാനും നമ്മെ സഹായിക്കുന്ന ഈ ഗ്രന്ഥത്തെ മാറ്റിവെച്ചിട്ട് മക്കളെ പഠിപ്പിച്ച രക്ഷകർത്താക്കളോട് പോയി ചോദിക്കൂ. അമേരിക്കയിൽ മോനും മരുമകളും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സുഹൃത്തുക്കൾ, ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ഒന്നല്ല പലരും പറഞ്ഞിട്ടുണ്ട്, അതെ പണം പൂത്ത പണമുണ്ട്, പക്ഷെ ഞങ്ങൾ കിളവനും കിളവിയും മാത്രമുണ്ട്. എല്ലാവരും സങ്കടത്തിലാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ ഈ പരിശുദ്ധമായ ഖുർആനിൻ്റെ വിലയറിയണം. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, പുതിയ പുതിയ അറിവിൻ്റെ മേഖലകളിലേക്ക് ലോകത്തെ കൈപിടിച്ചാനയിക്കുന്ന അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണിത്. സനുരീഹിം ആയാതിന, ഇത് പണ്ടേ പറഞ്ഞതല്ല. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം. സനുരീഹിം, ആ ജനങ്ങളെ നാം പിന്നീട് കാട്ടിക്കൊടുക്കും. ഇപ്പം കണ്ടതല്ലാത്തത് ഇനി നാം കാട്ടിക്കൊടുക്കും. ഈ ഖുർആൻ പറയുകയാണ്, ഇനി അവർക്ക് നാം കാട്ടിക്കൊടുക്കും. ആയാത്തിന, നമ്മുടെ അത്ഭുതങ്ങൾ, നാം ഉണ്ടെന്നുറക്കെ പറയുന്ന ദൃഷ്ടാന്തങ്ങളെ, നമ്മുടെ അത്ഭുതങ്ങളെ കാട്ടിക്കൊടുക്കും. എവിടെ? ഫിൽ ആഫാഖ്, ചക്രവാള സീമകളിൽ, അന്തരീക്ഷത്തിൽ, ആകാശത്തിലുള്ള അത്ഭുതങ്ങൾ. എന്തൊക്കെ അത്ഭുതം കണ്ടു നമ്മൾ? എന്തൊക്കെ അത്ഭുതം കണ്ടു നമ്മൾ? ആകാശത്തിലൂടെ നമുക്ക് വർത്താനം പറയാൻ പറ്റും. ആകാശത്തിലൂടെ നമുക്ക് ഊളിയിട്ട് സഞ്ചരിക്കാൻ പറ്റും. ആകാശത്തിലൂടെ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അവിടെ ഇരുന്ന് കാണാൻ പറ്റും. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. അമേരിക്ക, ആകാശത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണും. നാം കാട്ടിക്കൊടുക്കും. ഒഫി അംഫുസിയും, അവരുടെ ബോഡികളിലും കാട്ടിക്കൊടുക്കും. ബോഡികളിൽ അത്ഭുതം കാട്ടിക്കൊടുക്കുമെന്ന് അല്ലാഹ് അന്ന് പറയുമ്പോൾ എന്ത് അത്ഭുതമാണപ്പാ ഈ ആകാശത്തിലും ഭൂമിയിലും കാണാൻ പോകുന്ന മനുഷ്യരിലും. ഇന്ന് നമ്മുടെ ബോഡിയിലെ അത്ഭുതങ്ങൾ ഒന്നൊന്നായി ചകഞ്ഞെടുത്ത്, നമ്മുടെ ബ്ലഡിന് തന്നെ എത്ര ഗ്രൂപ്പാണെന്നാണ് കണ്ടുപിടിച്ചത്. എന്തെല്ലാം കീടങ്ങൾ, ബാക്ടീരിയകൾ, ബോഡിയുടെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഇന്ന് ലോകം എത്ര അത്ഭുതകരമായി ഗ്രഹിച്ചിരിക്കുന്നു. അത് നമ്മുടെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയണ്ട. കണ്ടുപിടിക്കാൻ ആവശ്യമായി യന്ത്രം വെച്ചവനാരാ? സയൻസിന്റെ പേരിൽ ചിലർ അഹങ്കരിക്കുക. മുഴുവൻ സയൻസും ബ്രെയിനിന്റെ അണ്ടറിലല്ലേ വരുള്ളൂ. ബ്രെയിൻ ആര് തന്നതാ? ബ്രെയിനിന്റെ അണ്ടറിലല്ലേ സൂപ്പർ കമ്പ്യൂട്ടർ പോലും. കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിച്ചപ്പോൾ അഹങ്കരിക്കുക. കമ്പ്യൂട്ടർ ബ്രെയിനിന്റെ അണ്ടറിലല്ലേ വരൂ. അതുകൊണ്ട് ആകാശത്തിലും മനുഷ്യ ശരീരങ്ങളിലും അത്ഭുതങ്ങൾ നാം കാട്ടിത്തരും. എന്തെന്ന്? ഇതുവരെ ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അള്ളാഹു സത്യമാണെന്ന് അവരെ കൊണ്ട് പറയിക്കുന്നത് വരെ അവർ സമ്മതിച്ചു പോകും. സത്യാട്ടോ, ഈ പടച്ചോനുള്ള കേട്ടോ. ഇപ്പം തന്നെ ഇല്ലെന്ന് പറഞ്ഞിരുന്ന ഓരോരുത്തർ അമേരിക്കക്കാരും യൂറോപ്യനൊക്കെ ഉള്ളതാന്ന് പറഞ്ഞുകൊണ്ട് വന്നു തുടങ്ങി. ഇനി പറയാത്തവനെ കൊണ്ട് ഞാൻ പറയിക്കും. ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ് വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും പോന്നവനാണെന്ന് ലോകം പറയുന്നത് വരെ ഈ അത്ഭുതങ്ങൾ ഭൂമിയിലും ചക്രവാളങ്ങളിലും അന്തരീക്ഷത്തിലും മനുഷ്യ ബോഡികളിലും നാം കാട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞ അത്ഭുതങ്ങൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനോട് ചേർത്ത് അതിൻ്റെ വിശദീകരണം, ഖുർആനിൻ്റെ ഈ വിശദീകരണം നമുക്ക് ഭൗതികമായ ശാസ്ത്രമെന്ന് പറഞ്ഞ് നമ്മുടെ ഇസ്ലാമിക പാഠശാലകളിൽ നിന്ന് മാറ്റിവെക്കപ്പെട്ട ആ അറിവ് കൂടി ചേരുമ്പോഴേ അത് കിട്ടുള്ളൂ.